രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനു നേരെ വിമർശനവുമായി രംഗത്ത് വന്ന VT ബൽറാം MLA-ക്കെതിരെ രൂക്ഷ പരിഹാസവുമായി KT ജലീൽ രംഗത്ത്. മഹാനായ AKG ബാലപീഡനം നടത്തിയവനെന്ന് ആക്ഷേപിച്ചവർക്ക് എന്നെ അഴുകിയ ചാണകമായി കാണാം. എനിക്കതിൽ സന്തോഷമേയുള്ളൂ. എത്ര അഴുകിയാലും ചാണകം വളമല്ലാതാകുന്നില്ല. ചീഞ്ഞാൽ ഒന്നിനും കൊള്ളാതെ അസഹ്യമാവുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. അതാകാതിരുന്നാൽ മതി എന്റെ യുവ സുഹൃത്തു കൂടിയായ യുവകോമള MLA എന്ന് ജലീൽ പരിഹാസ രൂപേണ ഫേസ്ബുക്കിൽ കുറിച്ചു. KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സയ്യിദ് ഷഹീദ് ടിപ്പു സുൽത്താൻ, ഔറംഗസേബ്, ഇഡി അമീൻ, സദ്ദാം ഹുസൈൻ, മുഹമ്മദ് ഗദ്ദാഫി, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ തുടങ്ങി നിരവധി ആളുകളെ കുറിച്ച് സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും വലതുപക്ഷ പിന്തിരിപ്പന്മാരും മെനഞ്ഞെടുത്ത് പ്രചരിപ്പിച്ച കള്ളക്കഥകൾക്ക് കൈയും കണക്കുമുണ്ടോ? സമാനമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ചും ഭരണാധികാരികളെ കുറിച്ചും മുതലാളിത്ത ഏജന്റുമാരും മാർക്സിസ്റ്റ് വിരുദ്ധ ബുദ്ധിജീവികളും നിറം പിടിപ്പിച്ച നുണകഥകൾ പ്രചരിപ്പിച്ചത്. രണ്ടിന്റെയും ലക്ഷ്യം മനുഷ്യരോട് സംവദിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രങ്ങളെ ജനഹൃദയങ്ങളിൽ നിന്ന് അങ്ങേയറ്റം വിരുദ്ധമാക്കി പ്രതിഷ്ഠിക്കലായിരുന്നു. ഇത് മനസ്സിലാക്കാൻ അന്ധമായ ഇസ്ലാം വിരോധവും കടുത്ത കമ്മ്യൂണിസ്റ്റ് ശത്രുതയും പേർന്നവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിശ്വാസങ്ങളും ദർശനങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാനവികതയുടെ ബദ്ധവൈരികളല്ലാതെ മറ്റാരാണ്? ഇസ്ലാമിനെ സ്നേഹിച്ച മഹാത്മജിയും കമ്മ്യൂണിസത്തെ കാമിച്ച ജവഹർലാലും ബഹുസ്വരതയുടെ വിളനിലത്തിൽ നിന്നുള്ളവരായിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദും AK ഗോപാലനും നമ്മുടെ കൺവെട്ടത്തുകൂടെ കടന്നുപോയ മഹത്തുക്കളാണ്. ഒരാൾ അടിയുറച്ച മുസ്ലിം, രണ്ടാമത്തെയാൾ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ്. സാമുവൽ ഹണ്ടിങ്മാർ എഴുതിവെച്ച നുണപുസ്തകങ്ങളിൽ നിന്നല്ല നാം മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും പഠിക്കേണ്ടത്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന പച്ച മനുഷ്യരുടെ ജീവിതങ്ങളിൽ നിന്നാണ്. പകയും വിരോധവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനല്ല, സൗഹൃദവും സ്നേഹവും ആളുകളുടെ മനസ്സിൽ സൃഷ്ടിക്കാനാണ് അറിവും കഴിവും ഉപയോഗപ്പെടുത്തേണ്ടത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിദ്വേഷം ജനിപ്പിക്കാനാണ് സംഘികൾ ശ്രമിക്കുന്നതെങ്കിൽ മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും രണ്ട് ധ്രുവങ്ങളിൽ നിർത്താനാണ് ഖദറിട്ട ചില അകമ്പുറത്തവർ ശ്രമിക്കുന്നത്. അതിൽ വീഴാതെ നോക്കണം വൈവിധ്യങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. മഹാനായ AKGയെ ബാലപീഡനം നടത്തിയവൻ എന്ന് ആക്ഷേപിച്ചവർക്ക് എന്നെ അഴുകിയ ചാണകമായി കാണാം. എനിക്കതിൽ സന്തോഷമേയുള്ളൂ. എത്ര അഴുകിയാലും ചാണകം വളമല്ലാതാകുന്നില്ല. ചീഞ്ഞാൽ ഒന്നിനും കൊള്ളാതെ അസഹ്യമാവുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. അതാകാതിരുന്നാൽ മതി എന്റെ യുവ സുഹൃത്തു കൂടിയായ യുവകോമള MLA എന്നാണ് KT ജലീൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.